ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഒരു വാഹനത്തിലുള്ള സ്റ്റിയറിംഗ് സിസ്റ്റം. ഒരു വാഹനത്തിൽ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ എന്തെല്ലാം കോമ്പോണൻസ് ഉണ്ടായിരിക്കും, അതിലുള്ള കോമ്പോണൻസിൽ ഓരോ കോമ്പോണൻസിൻ്റെയും ഫംഗ്ഷൻ എന്താണ്. നമുക്കറിയാം സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കമ്പോണൻറ്റ് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകൾ ഏതൊക്കെയാണ്, നമുക്ക് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡിങ് പവർ സ്റ്റിയറിംഗ് അടക്കം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം? ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളതും അത് തന്നെയാണ്. ആദ്യം എന്താണ് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം എന്നുള്ളത് നോക്കാം. എന്താണ് ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം? ദ സ്റ്റിയറിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി വെഹിക്കിൾ. ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഒരു വാഹനത്തിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റിയറിംഗ് സിസ്റ്റം കൊടുക്കുന്നത് അല്ലേ. ഇറ്റ് പ്രൊവൈഡ്സ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി വെഹിക്കിൾ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ദി വീൽ ബൈ ദ ഡ്രൈവർ ഇൻ ടു ആംഗുലർ ടേൺ ഓഫ് ഫ്രണ്ട് വീൽസ്. ഇത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, എങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്? വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലുകളുടെ ആംഗുലാർ മോഷൻ കാരണം അല്ലേ. ഫ്രണ്ട് വീലുകളുടെ ആംഗുലാർ മോഷൻ നൽകുന്ന ആരായിരിക്കും? ഡ്രൈവർ ആയിരിക്കും. അതിന് ഡ്രൈവർ ആംഗുലാർ മോഷൻ വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലിലോട്ട് നൽകുമ്പോഴാണ് വാഹനത്തിൻ്റെ ഡയറക്ഷന് ചേഞ്ച് ആവുന്നത്. ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തെ മറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ലേ ഔട്ട് ഓഫ് സ്റ്റിയറിംഗ് സിസ്റ്റം. ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ആയിട്ടുള്ള കമ്പോണൻസ്, മെയിനായിട്ട് അതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേ ഔട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലാണ്. കമ്പോണൻസ് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് തന്നെ എന്താണ്? സ്റ്റിയറിംഗ് വീലാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം സ്റ്റിയറിംഗ് വീല്. അത് നമ്മുടെ സ്റ്റിയറിങ്ങിന് ഇതിലേക്ക് വേണ്ട ആവശ്യമില്ല, ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള റോട്ടറി മോഷൻ നൽകുന്നത്. നമുക്കറിയാം, നമ്മൾ വീല് ആംഗുലർ ആണ് ചേഞ്ച് ആവുന്നതെങ്കിലും റോട്ടറി മോഷൻ നൽകുന്നത് ആരിലൂടെ ആയിരിക്കും? സ്റ്റിയറിംഗ് വീലിലൂടെ ആയിരിക്കും. ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആണ് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് ഇനി കുറച്ചും കൂടി കൂടുതലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആദ്യകാലങ്ങളിൽ ജസ്റ്റ് ഒരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വീലായിരുന്നു. ഇന്ന് നമുക്കത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പല സെറ്റിങ്സും ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസും അതേമാതിരി തന്നെ എയർ ബാഗ് കാര്യങ്ങൾ, സേഫ്റ്റി ഡിവൈസസ് എല്ലാം തന്നെ നമ്മളുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു വീലിലോട്ട് കയറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വേണ്ടതാണ് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് വീല് കാണാൻ പറ്റും. സ്റ്റിയറിംഗ് വീല് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുന്നത് സ്റ്റിയറിംഗ് കോളവും സ്റ്റിയറിംഗ് ഷാഫ്റ്റുമാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത്. ഈ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലോട്ട് ഘടിപ്പിക്കുന്ന ഭാഗത്താണ് സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ടായിരിക്കുക. ഈ ഷാഫ്റ്റിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ഹോളോ ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിയറിംഗ് വീല് പറഞ്ഞു, രണ്ടാമത്തെ നെക്സ്റ്റ് സ്റ്റിയറിംഗ് കോളമാണ്. സ്റ്റിയറിംഗ് കോളം ആൻഡ് സ്റ്റിയറിംഗ് ഷാഫ്റ്റാണ്, രണ്ടും ഒന്നിച്ച് തന്നെ പറയാം. അതായത് അതിൻ്റെ ഉള്ളിലെ സ്റ്റിയറിംഗ് വീലിനെയും സ്റ്റിയറിംഗ് ബോക്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഷാഫ്റ്റിനെയാണ് നമ്മൾ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ സ്റ്റിയറിംഗ് വീലിലെ റോട്ടറി മോഷനെ നമുക്ക് ആ മോഷനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ടോർക്കിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉപയോഗിക്കുന്നു. ഈ സ്റ്റിയറിംഗ് ഷാഫ്റ്റിനെ ഒരു ആവരണം ചെയ്തിരിക്കുന്ന ഒരു ഹോളോ ട്യൂബ്, ഒരു കോളം, ആ ട്യൂബിനെയാണ് നമ്മൾ തന്നെ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ബോക്സ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്നാണ് നമ്മൾ പറയുക. ഈ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിനുള്ളിൽ ഒരു ഗിയർ മെക്കാനിസം ഉണ്ടായിരിക്കും. നോർമലി ഒരു ഗിയർ മെക്കാനിസം ഉണ്ടായിരിക്കും. നമ്മൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലോട്ട് നൽകുന്ന റോട്ടറി മോഷനെ ആംഗുലർ മോഷനാക്കി മാറ്റുക എന്നുള്ളതാണ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ വാഹനത്തിൽ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നത് റോട്ടറി മോഷനിലാണ്. പക്ഷെ നമ്മുടെ വീലുകൾ രണ്ട് ഭാഗത്തോട്ടും ആംഗുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ആവുന്നത് അല്ലെ, ആംഗുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോട്ടറി ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഷനെ ആംഗുലർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീല് പറഞ്ഞു, സ്റ്റിയറിംഗ് കോളം ആൻഡ് ഷാഫ്റ്റ് പറഞ്ഞു, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് സ്റ്റിയറിംഗ് ലിങ്കേജസ് ആണ്. സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൽ നിന്നും ഈ ആംഗുലർ മോഷൻ ആയിക്കഴിഞ്ഞാലും നമ്മുടെ വീലിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെക്കാനിക്കൽ ലിങ്കേജസ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ആം, അതേപോലെ തന്നെ ഡ്രോപ്പ് ആം അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആം ഉണ്ടായിരിക്കും. ഇവിടെ ഡ്രാഗ് ലിങ്ക് ഉണ്ടാവും, ലിങ്ക് റോഡ് ഉണ്ടാവും, ട്രാക്ക് റോഡ് ഉണ്ടാവും, ടയർ റോഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ലിങ്കേജുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിയറിംഗ് ലിങ്കേജസ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് നെക്കിൾ. നമ്മൾ വീലിൻ്റെ സ്റ്റെപ്പ് ബാക്സിൽ നമ്മൾ സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ, വീലിനെ തിരിക്കാൻ ആവശ്യമായുള്ള കണക്ഷൻ കൊടുക്കുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിയറിംഗ് നെക്കിൾ എന്ന് പറയുന്നത്. അതിലോട്ടായിരിക്കും നമ്മൾ ഈ ഒരു ടോർക്കിനെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഫോഴ്സിനെ അതിലോട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എങ്കിലായിരിക്കും നമുക്ക് വീല് ഒരു ആംഗുലർ ആയിട്ട് തിരിയാം.
അപ്പോൾ ജസ്റ്റ് ബേസിക്കലി ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലേ ഔട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു മൊഡ്യൂളിൽ ഫുള്ള് പറയാൻ പോകുന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യം ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഏത് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയും. അതിനുശേഷം ഈ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ ഭാഗങ്ങളിലെ ഓരോ ഡിഫറെൻറ്റ് ഭാഗങ്ങളും അതിൻ്റെ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ലേ ഔട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയണേ. പിന്നെ ഡ്രൈവർ ഓപ്പറേറ്റ്സ് ദ സ്റ്റിയറിംഗ് വീൽ, ദ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് പാസസ് ത്രൂ ദി സ്റ്റിയറിംഗ് കോളം, ആൾസോ റൊട്ടേറ്റ് വിത്ത് ഇറ്റ് ആസ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് ടു ദി സ്റ്റിയറിംഗ് വീൽ. നമ്മൾ ഒരു ഡ്രൈവർ സ്റ്റിയറിംഗ് വീൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന സ്റ്റിയറിംഗ് ഷാഫ്റ്റ് അത് ആവരണം ചെയ്തിരിക്കുന്ന സ്റ്റിയറിംഗ് കോളത്തിൻ്റെ അകത്തുകൂടെ അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഇതിനെ പാസ് ചെയ്യുന്നു. Then the motion of the steering shaft is transferred to steering gearbox. Then it is then converted into lateral motion by the gearbox and transferred into steering linkages. നമ്മൾ ഈ കറക്കുന്ന റോട്ടറി മോഷനെ അതൊരു ആംഗുലാർ മോഷൻ അല്ലെങ്കിൽ ലാറ്ററൽ മോഷൻ ഒരു സ്ട്രേറ്റ് ലൈൻ മോഷൻ ആക്കിയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതാണ് ലിങ്കേജ് ത്രൂ ആണ് സ്റ്റിയറിംഗ്. ഈ ഒരു മോഷനാണ് ലിങ്കേജ് ത്രൂ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിങ്കേജസ് ആർ കണക്റ്റഡ് ടു സ്റ്റിയറിംഗ് നെക്കിൾസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വീൽസ് റെസ്പെക്റ്റീവ്ലി. ഇടത്തോട്ടും വലത്തോട്ടുള്ള വീലുകളിലോട്ട് ഈ ഒരു സ്റ്റിയറിംഗ് ലിങ്കേജസ് അതിനനുസരിച്ചായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈച്ച് നെക്കിൾ ഈസ് പിവറ്റഡ് ഓൺ ദി സസ്പെൻഷൻസ് അപ്പർ ആൻഡ് ലോവർ ആംസ് ആൻഡ് റൊട്ടേറ്റ്സ് അബൌട്ട് ദി ആക്സിസ് വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. This causes wheels to move left or right, allowing the direction of the vehicle to be changed. അപ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ലിങ്കേജസ് സ്റ്റിയറിംഗ് നെക്കിളിൽ കണക്റ്റഡ് ആയിരിക്കും, സസ്പെൻഷൻസിൻ്റെ അപ്പർ അല്ലെങ്കിൽ ലോവർ ആമിൽ അല്ലേ, ലോവർ ആം ആ സ്റ്റിയറിംഗ് നെക്കിളിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മൂവ്മെൻ്റ് അനുസരിച്ച് വീലിനെ രണ്ട് ഭാഗത്തോട്ട് ഡയറക്ഷന് ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിയറിംഗ് ലേ ഔട്ടിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമായി ബന്ധപ്പെട്ട് സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ. സ്റ്റിയറിംഗ് സിസ്റ്റം നിർബന്ധമായും പാലിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നമുക്കൊരു 4 പോയിൻ്റാണ് ഉള്ളത്. ദ സ്റ്റിയറിംഗ് സിസ്റ്റം ഷുഡ് പൊസസ് ദ ഫോളോയിങ് ക്വാളിറ്റീസ്. ദ സ്റ്റിയറിംഗ് സിസ്റ്റം ഷുഡ് പൊസസ് ദ ഫോളോയിങ് ക്വാളിറ്റീസ്. എന്തെല്ലാം ക്വാളിറ്റീസാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. First one, it must be capable for keeping the wheels in true rolling motion at all times without rubbing or scuffing on the tires on road. ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ എല്ലാ സമയത്തും സ്റ്റിയറിംഗ് സിസ്റ്റം എങ്ങനെ കീപ്പ് ചെയ്യണം, അതായത് റോഡിൽ ഈ വീലുകൾ റോഡിൽ വന്ന റോളിംഗ് മോഷന് എല്ലാ സമയത്തും ഈ സ്റ്റിയറിംഗ് സിസ്റ്റം കീപ്പ് ചെയ്യണം. അത് ഇൻ കേസ് ചില സമയങ്ങളിൽ എന്താ പറയുക റബ്ബാകാനോ സ്കഫാകാനോ പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്നൊരു അവസ്ഥ ഒന്നും എന്തുണ്ടാകാൻ പാടില്ല, ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം കാരണം വീലുകൾക്ക് ഉണ്ടാകാൻ പാടില്ലതല്ല. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് എ സെർട്ടൈൻ ഡിഗ്രി ഓഫ് സെൽഫ് സെൻറ്ററിങ് ആക്ഷൻ ടു കീപ് ദ വെഹിക്കിൾ ഓൺ എ സ്ട്രെയിറ്റ് പാത്ത്. അത് നമുക്കറിയാം, നമ്മുടെ വാഹനത്തിൻ്റെ ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് തന്നെ ഇതിന് മിനിമം അതിന് വേണ്ടിയിട്ടുള്ളൊരു സെൽഫ് സെൻറ്ററിങ് ആക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ നേർരേഖയിലൂടെ വാഹനം ചലിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ മൊത്തം കണക്ഷൻസിനെ വീലിനെ നേരെ നിർത്തുന്ന രീതിയിലുള്ള ഒരു സെൽഫ് സെൻറ്ററിങ് ആക്ഷൻ ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് മിനിമം ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ചില സമയങ്ങളിൽ ചേഞ്ച് ആവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ടയറിലോട്ട് ഒരു ഇടിയോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ചേഞ്ച് ആകും, റോഡിൻ്റെ ഇറഗുലാരിറ്റീസ് അനുസരിച്ചൊക്കെ ചേഞ്ച് ആകാറുണ്ട്. പക്ഷേ നമുക്ക് നോർമലി അതെന്താണ് സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഈസി ടു ഓപ്പറേറ്റ്. മൂന്നാമത്തെ, നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അടുത്തത്, ഇറ്റ് ഷുഡ് ബി ലൈറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് റിക്വയർ എക്സസീവ് എഫോർട്ട് ടു ടേൺ ദ സ്റ്റിയറിംഗ്. ഇത് ലൈറ്റ് ആയിരിക്കണം, അതായത് വെയിറ്റ് കുറവും, അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയതായിരിക്കണം അല്ലേ. കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആകാൻ പാടില്ല. വെയിറ്റിൻ്റെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കോംപ്ലിക്കേറ്റഡ് കൂടുതലാകാൻ പാടില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് റിക്വയർഡ് എക്സസീവ് എഫേർട്ട്. നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റത്തെ തിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഡ്രൈവറാണ് നൽകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഫോഴ്സ് ഒന്നും കൊടുക്കുന്ന ലെവലിലോട്ട് എന്ത് ചെയ്യരുത്, ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം മാറരുത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ഫോഴ്സാണ് കുറഞ്ഞ വോയിസ് കൊടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം. എക്സസ് ആയിട്ടുള്ള എഫോർട്ടും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു രീതിയിൽ ആകരുത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോയിൻ്റായിട്ട് പറയുകയാണ്. ദ മോസ്റ്റ് ഓഫ് ദി സ്റ്റിയറിംഗ് സിസ്റ്റംസ് വെർ മാനുവൽ
until a few years back and then power steering become popular. ഇറ്റ് ഈസ് നൗ ഇൻസ്റ്റാൾഡ് ഓൺ ഓൾമോസ്റ്റ് ആൾ കാർസ്. ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഫേർട്ട് കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ്, ഇന്ന് കാണുന്ന വാഹനങ്ങളിലൊക്കെ പവർ സ്റ്റിയറിംഗ് ആണ് നിലവിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു നിശ്ചിത കാലം മുന്നേ വരെ എന്തായിരുന്നു, എല്ലാ വാഹനങ്ങളിലും മാനുവൽ സ്റ്റിയറിംഗ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പവർ സ്റ്റിയറിംഗ് പോപ്പുലർ ആകുന്നത് വരെ നോർമലി മാനുവൽ സ്റ്റിയറിംഗ് ആണ് ഉണ്ടായിരുന്നത്. ആ കാലത്താണ് നമ്മൾ ഇതിന് കൂടുതൽ എഫേർട്ടൊന്നും കൊടുക്കേണ്ട അവസ്ഥ വരരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് വന്നതോടുകൂടി നമ്മളുടെ ഡ്രൈവറുടെ എഫേർട്ട് വളരെയധികം കുറഞ്ഞു. പക്ഷേ ആ മാനുവലിൻ്റെ കേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പറയുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ സംശയം തോന്നും, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കാരണം ഓൾറെഡി എല്ലാ വാഹനത്തിലും പവർ സ്റ്റിയറിംഗ് അല്ലേ എന്നാണ്. നമ്മൾ മാനുവൽ സ്റ്റിയറിങ്ങിൻ്റെ കേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ എന്താണ് പുതിയതായിട്ട് വന്നിട്ടുള്ള പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അതെന്താണ് എന്നുള്ളത് നെക്സ്റ്റ് ആ ഒരു ലൈനിലാണ് നമ്മൾ പഠിച്ചു പോരുക. ദ സ്റ്റിയറിംഗ് സിസ്റ്റം കോൺഫിഗറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എ വെഹിക്കിൾ ഡിസൈൻ, that is the drivetrain and the suspension system used for whether it is a passenger car or a commercial vehicle, etc. At present, the rack and pinion type of this recirculating ball types are generally used. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ ഡിസൈനും അതിൻ്റെ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു പാസഞ്ചർ കാറുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹെവി വെഹിക്കിൾസിനാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സ്റ്റിയറിംഗ് സിസ്റ്റത്തെ മാറ്റുണ്ട്. ഇപ്പോൾ നിലവിൽ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് നോർമലി ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടുത്തായിട്ട് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റിയറബിലിറ്റി, രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റിയറബിലിറ്റി, രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി. അപ്പോൾ എന്താണ് സ്റ്റിയറബിലിറ്റി, എന്താണ് സ്റ്റെബിലിറ്റി എന്നുള്ളത് നോക്കാം. ദ സ്റ്റിയറബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷർ ഓഫ് ദി വെഹിക്കിൾസ് റെസ്പോൺസീവ്നെസ് ടു ദി സ്റ്റിയറിംഗ് ഓപ്പറേഷൻ ഓഫ് ദി ഡ്രൈവർ. എന്താണ് സ്റ്റിയറബിലിറ്റി എന്ന് പറഞ്ഞത്? സ്റ്റിയറബിലിറ്റി ഡിഫൈൻ ആസ് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് വെഹിക്കിൾ റെസ്പോൺസീവ്നെസ് ടു ദി സ്റ്റിയറിംഗ് ഓപ്പറേഷൻ ഓഫ് ദി ഡ്രൈവർ സ്റ്റിയറിംഗ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ ജസ്റ്റ് സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് തിരിക്കുകയാണ്. ഡ്രൈവർ തിരിക്കുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ സിസ്റ്റം, ഈ ഒരു മൊത്തം സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടല്ലോ വെഹിക്കിളിന് അല്ലെങ്കിൽ അത് സ്റ്റിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വെഹിക്കിൾ എത്രത്തോളം ആണ് ഈ ഒരു ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് റെസ്പോൺസ് ചെയ്യുന്നത്, അല്ലേ, അതിൻ്റെ ഒരു മെഷറാണ്, അല്ലേ, റെസ്പോൺസ് ചെയ്യുന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്റ്റിയറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചില വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പവർ സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, വാഹനം എന്ത് ചെയ്യുന്നുണ്ടാവും, തിരിഞ്ഞു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് വീല് ഓപ്പറേറ്റ് ആവുന്നുണ്ടാവും. അത് ഓരോ ടൈപ്പ് പവർ സ്റ്റിയറിംഗ് അനുസരിച്ച് മാറും കേട്ടോ. അതേമാതിരി ഓരോ വാഹനങ്ങളനുസരിച്ച് മാറും. ഹെവി വാഹനമാണെന്നുണ്ടെങ്കിലും ലൈറ്റ് വാഹനമാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് മാറ്റമുണ്ടാവും. സോ സ്റ്റിയറബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി വെഹിക്കിൾസ് റെസ്പോൺസീവ്നെസ്. വാഹനത്തിൻ്റെ ഈ ഒരു സ്റ്റിയറിംഗ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ വാഹനത്തിനുണ്ടാകുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് നമ്മൾ എന്താണ് സ്റ്റിയറബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് സ്റ്റെബിലിറ്റി. ദ സ്റ്റെബിലിറ്റി ഇൻ ഇറ്റ്സ് ഡൈനാമിക് മീനിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ capability of the vehicle to restore original motion by itself without intervention of driver when there is some external disturbance during steady driving. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ, സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള കഴിവ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഡൈനാമിക്കലി സ്റ്റേബിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീൽ അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ആംഗുലാർ മൂവ്മെൻറ്റ് എപ്പോഴും സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇറ്റ് ഈസ് ദ കേപ്പബിലിറ്റി, ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദ കേപ്പബിലിറ്റി ഓഫ് ദി വെഹിക്കിൾ ടു റീസ്റ്റോർ ഒറിജിനൽ മോഷൻ ബൈ ഇറ്റ് സെൽഫ്, അല്ലേ, എന്താണ് അതിൻ്റെ ആ ഒറിജിനൽ മോഷനിലോട്ട് വീണ്ടും റീസ്റ്റോർ ചെയ്ത് വരുന്നതിനെയാണ് എന്ത് പറയുന്നത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ആ ഒരു പൊസിഷനിലോട്ട് വരുന്നതിനെയാണ് അതിൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അല്ലേ, വിത്തൗട്ട് ഇൻ്റർവെൻഷൻ ഓഫ് ദി ഡ്രൈവർ വെൻ ദർ ഈസ് സം എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഡ്യൂറിങ് ദി സ്റ്റഡി ഡ്രൈവിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റിയറബിലിറ്റി എന്താണെന്നുള്ളതും സ്റ്റെബിലിറ്റി എന്താണ് എന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് കറക്റ്റ് സ്റ്റിയറിംഗ്. ഒരു സ്റ്റിയറിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്, അത് ഓപ്പറേഷൻ എങ്ങനെയാണ് അത് ഓപ്പറേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മെക്കാനിസം എന്താണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഞാനൊരു രണ്ട് സെൻറ്റൻസ് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫിഗർ കാണിക്കാം അതായത് അതിൻ്റെ പ്രിൻസിപ്പിളിനെ എങ്ങനെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ദെൻ അതിൻ്റെ ഓരോ പോയിൻറ്റ്സും ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.
So, first, the steering gear mechanism is used for changing the direction of two or more wheel axes with reference to the chassis so as to the move the vehicle. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്റ്റിയറിംഗ് ഗിയർ മെക്കാനിസം എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ടു ഓർ മോർ വീൽ ആക്സസ് വിത്ത് റെഫറൻസ് ഓഫ് ചേസിസ്. ചേസിസിനെ ബേസ് ചെയ്തിട്ട് ആക്സസിനെ വീലുകളുടെ ആക്സസിനെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളതാണ് സ്റ്റിയറിങ്ങിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. യൂഷ്വലി ടു ബാക്ക് വീൽസ് ഹാവ് എ കോമൺ ആക്സിസ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ ഡയറക്ഷൻ വിത്ത് റെഫറൻസ് ടു ദി ചേസിസ് ആൻഡ് സ്റ്റിയറിംഗ് ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് ദി ഫ്രണ്ട് വീൽസ്. നോർമലി എന്താ ചെയ്യുന്നത്? റിയർ വീൽസിനെ നോർമലി എന്താ ചെയ്യുന്നത്? ബാക്ക് വീൽസിനെ ഒരു കോമൺ ആക്സിസായി നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിലെ ഒരു ആക്സിസായി നിലനിർത്തിക്കൊണ്ട് ഫ്രണ്ട് വീലിനെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വാഹനം സ്റ്റിയർ ചെയ്യുന്നത്. ഇത് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ഡൗട്ട് ഉണ്ടായിരിക്കും. എന്താണ് ബാക്കത്തെ വീലിനെ സ്റ്റിയർ ചെയ്യുന്ന വാഹനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ന് വരുന്ന വാഹനങ്ങളിൽ നമ്മൾ മാനുവലി ആദ്യം പറഞ്ഞിരുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ നിന്നാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളിൽ ഫ്രണ്ടത്തെ ആക്സിൽസ് മാത്രമല്ല റിയറിലോട്ടും സ്റ്റിയറിംഗ് മെക്കാനിസം കൊടുത്തിട്ട് റിയറിലെ വീലിനെയും ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി ആക്സിൽ ലോറികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ടേണിംഗ് റേഡിയസ് കുറഞ്ഞ് വേഗം തിരിഞ്ഞ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റിയറിലെ വീലിൽ തന്നെ എന്ത് കൊടുക്കാറുണ്ട്? സ്റ്റിയറിംഗ് മെക്കാനിസം കൊടുക്കാറുണ്ട് അല്ലേ? ഫ്രണ്ടിലെ വീലിൽ മാത്രമല്ല, നമ്മൾ വലിയ ലോറികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫ്രണ്ടത്തെ വീലിൽ തൊട്ട് പിന്നിൽ കിടക്കുന്ന ആക്സിലും നമ്മൾ സ്റ്റിയറിംഗ് കൊടുക്കാറുണ്ട് തിരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ ഒരു മാറ്റം വാഹനങ്ങളിൽ ഓരോ കാലങ്ങളിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ നോർമലി നമ്മളൊരു പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് റിയർ വീലിനെ ഫിക്സഡ് ആക്കി നിർത്തുകയും അതേപോലെ തന്നെ ഫ്രണ്ട് വീലിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൈഡിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളൊരു സ്റ്റിയറിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഫിഗറിൽ ഇവിടെ ബാക്ക് ആക്സിലാണ്, ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണ് അല്ലേ? ഫ്രണ്ടത്തെ ആക്സിൽ ഫിക്സ്ഡ് ആണ്. പക്ഷേ ഈ വീലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് വീലും കൂടി തിരിയുന്ന ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇവിടെ നമ്മളൊരു IR മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റന്റീനിയസ് സെൻറ്റർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ രണ്ട് വീലുകളും തിരിയുണ്ടാകുക. നമ്മളിനി ഓരോരോ പോയിൻ്റായിട്ട് പറയാം. ഇത് ഔട്ടർ ഫ്രണ്ട് വീലാണ്, ഇത് ഇന്നർ ഫ്രണ്ട് വീലാണ്. ജസ്റ്റ് ഓരോ പോയിൻ്റ് ആക്കിയിട്ട് ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ഇത് ജസ്റ്റ് ഈ ഒരു ഫ്രണ്ടിലെ വീലും ബാക്കത്തെ വീലും നോർമലി എന്താണ്? ഒരു ഒറ്റ പൊസിഷനിലാണ് നിൽക്കുക. നമ്മൾ നോർമലി ആക്സിസ് കറക്റ്റായി നിൽക്കുന്നതിനെ നമ്മൾ ട്രാക്കിംഗ് എന്നാണ് നോർമലി ഒരു വേർഡായിട്ട് ഉപയോഗിക്കാറുള്ളത്. then നോക്കാം. ഇനി ഓരോരോ പോയിന്റ് ആയിട്ട് നോക്കാം. In automobiles, the front wheels are placed over the front axis which is pivoted at a points A and B as shown in figure. This point is called fixed to the chassis. These points are fixed to the chassis. എന്താണ് നോർമലി എന്താണ്? രണ്ട് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. AB ഫിഗർ വെച്ചിട്ട് തന്നെ പറയാം കേട്ടോ. നോർമലി AB ഇത് രണ്ടും എന്തായിരിക്കും? പോയിന്റായിട്ട് ഫിക്സഡ് ആയിരിക്കും. ഫ്രണ്ട് ആക്സിസ് ആണ് പറയുന്നത് കേട്ടോ. ഫ്രണ്ട് ആക്സിസ് ആണ് നമ്മൾ പറയുന്നത്. ദെൻ ദ റിയർ വീൽസ് ആർ പ്ലേസ്ഡ് ഓവർ ദി ബാക്ക് ആക്സിൽ. റിയർ വീൽസ് എന്ന് പറയുന്നത് റിയർ വീൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാക്കത്തെ റിയറിലെ ആക്സിലിനായിരിക്കും. ഫ്രണ്ടത്തെ വീല് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടത്തെ ആക്സിലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അതിലായിരിക്കും ബേസ് ചെയ്തിട്ടുണ്ട്. വെൻ ദ വെഹിക്കിൾ ടേക്സ് ടേൺ ദ ഫ്രണ്ട് വീൽസ് അലോങ് വിത്ത് ദ റെസ്പെക്റ്റീവ് ആക്സിസ് turn about the respective pivot points. These rear wheels remains straight and do not turn, therefore the steering done by the front wheels only. നോർമലി നമ്മൾ വാഹനം തിരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് വീലായിരിക്കും അവിടെ പിവട്ട് ചെയ്തിരിക്കുന്ന ഈ ഫ്രണ്ട് വീലായിരിക്കും തിരിയുന്നുണ്ടായിരിക്കുക. റിയർ വീൽ അതേപോലെ തന്നെ നിൽക്കുകയായിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ടേണിങ് സാധ്യമാവുന്നത്. In order to avoid skidding slipping in the wheel sideways. സ്കിഡിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതായത് നമ്മൾ നിരത്തി നീങ്ങുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതിൽ സ്കിഡിങ് എന്ന് പറയുന്നത് ഒരു സൈഡിലോട്ടാണ് കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ വാഹനം പെട്ടെന്ന് സ്പീഡ് പോയിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം ഫ്രണ്ടിലോട്ട് അങ്ങനെ പോകും. അത് സ്കിഡിങ് തന്നെയാണ്. അത് സ്ട്രൈറ്റ് ആയിട്ട് പോവാണ്. ഇതിൽ നമ്മൾ സൈഡ് വേസിലോട്ട് നമ്മൾ വാഹനം ഒരു ഭാഗത്തേക്ക് ടേൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ വാഹനം ഒരു സൈഡിലോട്ട് തന്നെ സ്കിഡാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്കിഡിങ് ദ two front wheels must turn about the same instantaneous center I which lies on the axis of the back wheels. അത് നമ്മൾ ഒരു വാഹനം സ്കിഡ് ചെയ്യാതെ വാഹനം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനം തിരിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
അതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഫ്രണ്ടത്തെ വീലുകളും റിയർത്തെ വീലുകളും ഫ്രണ്ടത്തെ 2 വീലും റിയർത്തെ വീലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം തിരിയേണ്ടത്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ എന്നാണ് നമ്മളതിന് പറയാറുള്ളത്. ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ എന്നാണ് പറയേണ്ടത്. If the instantaneous center of the 2 front wheels do not coincide with the instantaneous center of the rear wheels, the skidding on the front or the rear wheels will definitely take place, which will cause more wear and tear of the tires. ഈ ഫ്രണ്ട് വീലിലെ തിരിയുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിന് പോകുന്ന ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്ററും റിയർ വീലിൽ നിന്നുണ്ടാകുന്ന ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്ററും ഒരു പോയിന്റിലല്ല ജോയിൻ്റ് ആകുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക, ഉറപ്പായിട്ടും ആ വാഹനം അവിടെ സൈഡിലോട്ട് സ്കിഡായി പോവുകയും അതോടൊപ്പം തന്നെ ഈ ടയറിന് വളരെയധികം തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരേ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ദിസ് ദ കണ്ടീഷൻ ഓഫ് ദി കറക്റ്റ് സ്റ്റിയറിംഗ് ഈസ് ദാറ്റ് ദ ഫോർ വീൽസ് മസ്റ്റ് ടേൺ അബൌട്ട് ദ സെയിം ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ. The axis of the inner wheel makes a larger turning angle theta than the angle phi subtended by the axis of outer wheels. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു വാഹനം ഈ ഒരു സൈഡിലോട്ട് തിരിയാണ്. ഇപ്പോൾ നമുക്കറിയില്ല, ഇതൊരു ഇങ്ങോട്ട് തിരിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് സെൻറ്റർ ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീല് തിരിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വീലിങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇത് കേട്ടോ, ഇവിടെ ഒരു ഡോട്ടർ ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. വീല് തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇന്നർ വീലിനും ഔട്ടർ വീലിനും ഇവിടെ വരാൻ പോകുന്ന ഒരു ആംഗിൾ ഉണ്ട്. അത് സെയിം ആംഗിൾ അല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് ഔട്ടർ വീലിന് ഉള്ള ആംഗിളിനെ നമ്മൾ തീറ്റ എന്നും, അതേപോലെ തന്നെ ഇന്നർ വീലിൻ്റെ ആംഗിളിനെ നമ്മൾ തീറ്റ എന്നും, ഔട്ടർ വീലിൻ്റെ ആംഗിളിനെ നമ്മൾ ഫൈ ആയിട്ടുമാണ് ഇവിടെ കാൽക്കുലേഷനിൽ എടുത്തിട്ടുള്ളത്. സോ ഇന്നർ വീൽ ഈ ഒരു ആക്സിസ് ഓഫ് ഇന്നർ വീൽ മേക്സ് ലാർജർ ദാൻ ദി ടേണിംഗ് റേഡിയസ് ഓഫ് ഔട്ടർ വീൽ അല്ലേ. ഇത് കുറച്ചുകൂടി കൂടുതൽ ആംഗിൾ ആയിരിക്കും ഈ ഒരു വീൽ ഉണ്ടാക്കിയിരിക്കുക, ഈ ഒരു വീലിനെ ബേസ് ചെയ്തിട്ട് ഈ ഭാഗത്തോട്ട് തിരിയുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇന്നറും ഔട്ടർ വീലും എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റണ്ടാവും. ഇത് ഇനി അങ്ങോട്ടാണ് തിരിയുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ വരുന്നുണ്ടായിരിക്കുക അല്ലേ, ഇവിടെ നിന്നായിരിക്കും ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഭാഗത്തുള്ള വീലായിരിക്കും എന്തുണ്ടായിരിക്കുക, കൂടുതലായിട്ടുള്ള ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ ബാക്കി ബാലൻസ് ഇതാണ് ജസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മളൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റിയറിംഗ് തിരിയുന്നുണ്ടാകുക. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്റർ ഐ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് രണ്ടും ഇൻസ്റ്റൻറ്റീനിയസ് സെൻറ്ററിൽ ബേസ് ചെയ്തിട്ടല്ല തിരിയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിഡ് ആകാനുള്ള സാധ്യത കൂടുതലുണ്ട്, ടയറിൻ്റെ തേയ്മാനവും വളരെയധികം കൂടും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇത് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് മെക്കാനിസത്തെ കുറിച്ചാണ്. സ്റ്റിയറിംഗ് മെക്കാനിസം എന്താണ്? ഒരു സ്റ്റിയറിംഗ് മെക്കാനിസം നമുക്ക് ഏതൊക്കെ ടൈപ്പ് സ്റ്റിയറിംഗ് മെക്കാനിസമാണ് അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് മെക്കാനിസം ഏതൊക്കെയാണ്, നമ്മൾ ഇന്ന് വാഹനത്തിൻ്റെ മെക്കാനിസത്തിൽ ഉപയോഗിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റിയറിംഗ് മെക്കാനിസം ഉണ്ട് എന്നുള്ളതാണ്. We have already discussed that for correct steering, all the 4 wheels must rotate in a common instantaneous center. In order to achieve that, the correct steering, the following two types of steering mechanism are used. നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരൊറ്റ പോയിന്റിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഒരു സെൻറ്റർ വെച്ചിട്ടായിരിക്കണം റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ 2 ടൈപ്പ് സ്റ്റിയറിംഗ് മെക്കാനിസമാണ് നോർമലി ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം, രണ്ടാമത്താണ് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം. അപ്പോൾ ഇത് രണ്ടും എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം എന്താണെന്നുള്ളതും ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് നമുക്കൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഡേവീസിൻ്റെയും ആക്കർമാൻ്റെയും ഫിഗർ വെച്ചിട്ട് നമുക്കത് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയും കൂടി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡേവീസ് എന്താണെന്ന് പറയാം. ദ ഡേവീസ് സ്റ്റിയറിംഗ് മെക്കാനിസം ഹാസ് സ്ലൈഡിംഗ് പെയർസ് വിച്ച് മീൻസ് മോർ ഫ്രിക്ഷൻ ആൻഡ് ഈസി വിയറിംഗ്. The mechanism fulfills the fundamental equation of correct steering in all directions. However, due to easy veering, it becomes inaccurate after some times. അപ്പോൾ ഡേവീസ് സ്റ്റിയറിംഗ് മെക്കാനിസത്തിൽ നോർമലി ഉപയോഗിക്കുന്നത് സ്ലൈഡിംഗ് പെയർസ് ആണ്. സ്ലൈഡിംഗ് പെയർസും ഇതൊക്കെ നമ്മൾ റോളിംഗ് പെയർസും കാര്യങ്ങളൊക്കെ നമ്മൾ മെക്കാനിക്കൽ സൈഡിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഡേവീസ് സ്റ്റിയറിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്നത് സ്ലൈഡിംഗ് പെയർസ് ആണ്, നോർമലി സ്ലൈഡിംഗ് പെയർസ് ആണ്. അതുകൊണ്ട് അവിടെ ഫ്രിക്ഷനും അതേപോലെ തന്നെ തേയ്മാനവും എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഇന്ന് കൂടുതലായിട്ട് ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം. ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഈസ് ഓൺലി ടേണിംഗ് പെയർസ്.
ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസത്തിന് എന്താണ് പറയുന്നത്, ടേണിംഗ് പെയേഴ്സ് ആണുള്ളത്. ഡേവീസിനേക്കാളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ന് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസമാണ്. Its drawback is that it fulfills the fundamental equation of correct steering at the middle and the two extreme positions and not for all the positions. അതായത് നമ്മൾ ഈ സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ, അതായത് നമ്മൾ ഈ ആംഗിളൊക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻ പറയുന്നുണ്ടല്ലോ, അതെന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് മിഡിലും അതേമാതിരി ടു എക്സ്ട്രീം പൊസിഷനിലും എന്താണ് ഈ ഒരു ഇക്വേഷൻ പ്രോപ്പറായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ വാഹനം നേരെ ഓടിക്കുന്ന സമയത്തും ഫുള്ളായിട്ട് ഓടിക്കുന്ന സമയത്തും അല്ലാത്ത എല്ലാ പൊസിഷനിലും അത് പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കാൻ ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസത്തിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. സിൻസ് ദ ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഈസ് പ്രിഫേർഡ് ഫോർ ഓട്ടോമൊബൈൽ സ്റ്റിയറിംഗ് സിസ്റ്റംസ് ദെയർഫോർ ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ, എന്താണ് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്നുള്ളത് പറയാം എന്നാണ് പറയുന്നത്. The whole mechanism of Ackermann steering is on the back and front wheels, whereas in the case of Davies steering mechanism it is only the front wheels. ഡേവീസ് സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഫ്രണ്ട് വീൽസിൽ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം അത് ബാക്കത്തെ റിയറിലെ വീലും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ എക്സാമ്പിൾ ഇനി അടുത്ത ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മെക്കാനിസവും എന്താ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഫസ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ഡേവീസ് സ്റ്റിയറിംഗ് മെക്കാനിസമാണ്. ഡേവീസ് സ്റ്റിയറിംഗ് മെക്കാനിസം എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡേവീസ് സ്റ്റിയറിംഗ് മെക്കാനിസം പറയാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഫിഗറൊക്കെ പാടെ കണ്ടിട്ട് ഒന്നിച്ച് ഈ ആംഗിൾസ് കാര്യങ്ങൾ ഈ പൊസിഷൻസ് വാല്യൂസ് ഒക്കെ പാടെ കണ്ടിട്ട് ഒന്നും കൂടുതലായിട്ട് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ആ ഒരു രീതിയിൽ ഈ ഒരു പറയുന്ന സമയത്ത് ആ ഭാഗം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറേ അധികം ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു വലിയൊരു ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് സിമ്പിൾ മെക്കാനിസം തന്നെയാണ് കേട്ടോ. In an exact steering gear mechanism, the slotted links AM and BH are attached to the front wheel axles, which turn on pivot A and B respectively. അതായത് ഇവിടെ നമുക്ക് ഫ്രണ്ടത്തെ ആക്സിൽ ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഈ ഫ്രണ്ടിലെ ഈ ആക്സിലിനാണ് എ ബി എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ടത്തെ ആക്സിലിനെ നമ്മൾ ഇവിടെ എ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു എ എം എന്ന് പറഞ്ഞ ഭാഗവും ഒരു എ എം എന്ന് പറഞ്ഞ ഒരു ലൈനും ഒരു ബി എച്ച് എന്നൊരു ലൈനുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇവിടെ കാണാൻ പറ്റും ഒരു എ എം എന്ന് പറഞ്ഞ ഒരു ഭാഗവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ബി എച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കിട്ടും. ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്തിനാണ് ഈ ഒരു ലൈനാണ് നമ്മൾ എ എം എന്നും ഇവിടുന്ന് ഒരു ലൈനാണ് ബി എച്ച് എന്നും പറയുന്നത്. ആ ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വീലിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഒരു സ്ലോട്ടഡ് ലിങ്ക്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്ലോട്ടഡ് ലിങ്ക്സ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഫ്രണ്ടത്തെ വീൽ അറ്റാച്ച് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിൽ എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിൽ പിവട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിവട്ട് ചെയ്താൽ അറിയാലോ, ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. Then the rod CD is constrained to the move in the direction of the length by sliding members P and Q. അതായത് ഇവിടെ മുതൽ സി ഡി എന്നുള്ള മൂവ്മെൻറ്റ്, സി ഡി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു ലൈനിന് ഇവിടെയാണ് സി ഡി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ലൈൻ കാണാൻ പറ്റും. ഇത്രയൊരു ഭാഗം ഈ ഒരു ലൈനിനാണ് നമുക്ക് സി ഡി എന്ന് പറഞ്ഞു കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സി ഡി എന്ന് പറയുന്നത് ഒരു അനദർ ലിങ്ക്, ഒരു റോഡാണ്. സി ഡി എന്ന് പറയുന്നതാണ്. ഇതിന് ഈ ഒരു പി ക്യു എന്നുള്ള ഈ ഒരു സ്ലൈഡിങ് മെമ്പേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ട്, അതായത് ഇവിടെ ഒരു പി ക്യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡിങ് ഇതിൻ്റെ അകത്താണ് ഇത് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്ലൈഡിങ് മെമ്പേഴ്സിനകത്ത് വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വരിക. ദീസ് കോൺസ്ട്രെയിൻസ് ആർ കണക്റ്റഡ് ടു എ സ്ലോട്ടർ ലിങ്ക് എ എം ആൻഡ് ബി എച്ച് ബൈ സ്ലൈഡിങ് ആൻഡ് ടേണിംഗ് പെയർ ക്യാൻ ഈച്ച് എൻഡ്. അപ്പോൾ ഈ എ എം പറഞ്ഞതും ബി എച്ച് എന്ന് പറയുന്നതും ഈ ഒരു ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. എ എമ്മിനെയും ബി എച്ചിനെയും കണക്ട് ചെയ്തിരിക്കുകയാണ് ആര്, ഈ സി ഡി. ഈ സി ഡി എന്താണ്, ഒരു സ്ലൈഡിംഗ് പ്ലെയർ ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്കാണ് എന്നുള്ളത് വിചാരിക്കാം. The steering is affected by moving CD to the right or left to the normal position. D dash shows the position of the CD when turning in the left. നമ്മൾ വാഹനം സ്റ്റിയറിംഗ് ചെയ്യുന്ന സമയത്ത് ഈ മൊത്തം ആക്സിസിനെ, അതായത് ഈ സി ഡിയെ മൊത്തം ഒന്നിച്ച് എന്ത് ചെയ്യും, ഒരു ഭാഗത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഈ സി ഡിയെ ഒന്നിച്ച് ഒരു ഭാഗത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റും. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരക്കാം, ഒന്നുകൂടി വരക്കാം. ഈ സി എന്ന് പറഞ്ഞ പോയിന്റിനെ ഇവിടേക്ക് മൂവ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടായിട്ട് മാറും. അപ്പോൾ രണ്ട് പുതിയ പോയിന്റ് കിട്ടും. അതിനാണ് സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്നത്.
അതായത് ഈ സി ഡി എന്ന് പറഞ്ഞ ഈ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഒരു സി ഡാഷും കാണാൻ പറ്റും, ഡി ഡാഷും കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഒരു സി ഡാഷും ഒരു ഡി ഡാഷും കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു മൂവ് ചെയ്തിട്ട് ഒന്നിച്ച് ഈ ഒരു ലിങ്ക് മൊത്തം മൂവ് ചെയ്യും. കാരണം ഇവിടെ ഇത് എന്താണ്, എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി പറഞ്ഞ പോയിന്റിലും കണക്റ്റഡ് ആണ്. അതാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, സ്ലൈഡിംഗ് പെയർ ആണ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് സ്ലൈഡിംഗ് പെയർ ആണ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫ്രണ്ട് ആക്സിലുണ്ട്, ഫ്രണ്ട് ആക്സിലിൽ 2 ലിങ്കുകൾ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സി ഡി പറഞ്ഞൊരു പോയിന്റ്, സി ഡി പറഞ്ഞിട്ടുള്ളൊരു അടുത്തൊരു ലിങ്ക് ഉണ്ട്. ഈ എ എം അല്ലെങ്കിൽ ബി എച്ച് എന്ന് പറഞ്ഞ ലിങ്കിൽ സി ഡി പറഞ്ഞ ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൾസോ പിവറ്റഡ് ഇൻ എ ആൻഡ് ബി. ഈ എ പറഞ്ഞ അല്ലെങ്കിൽ ബി പറഞ്ഞ പോയിന്റിൽ ഈ ലിങ്ക്സ് എന്താണ്, പിവറ്റഡാണ്, കണക്റ്റഡ് അല്ല, പിവറ്റഡാണ്. സോ നമ്മൾ സ്റ്റിയറിംഗിലോട്ട് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഈ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിങ്ക് അവിടെ നിൽക്കാതെ ഇത് മൊത്തത്തിൽ ഒന്നിയും ഈ ഭാഗത്തോട്ട് നീങ്ങും. ഇതൊരു ഭാഗത്തോട്ട് നീങ്ങിയതാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു മൊത്തം പൊസിഷനിൽ നീങ്ങും. സോ ഈ എ എന്ന് പറഞ്ഞ ലിങ്കിലുള്ള ആംഗിളിലും വ്യത്യാസം വരും, ബി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്കിൻ്റെ ആംഗിളിലും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇതാണ് ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം. ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ആകുമ്പോൾ ഒന്നുകൂടി മാറ്റങ്ങൾ വന്നു. അതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയാം. അത് ആദ്യം ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്താ എന്നുള്ളത് കൂടി പറയാം. ദിസ് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഇൻ എ വെഹിക്കിൾ ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ലിങ്കേജസ് ഡിസൈൻ ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദി വീൽസ് ഓൺ ദി inside and outside of the turn required to trace out the circles of a different radii to satisfy the fundamental equation of correct steering. അപ്പോൾ നമ്മൾ നേരത്തെ ആ വീല് മൊത്തത്തിലൊരു ഭാഗത്തോട്ട് നീങ്ങുന്നു പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്തോട്ട് നീങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻറ്റ് സെൻറ്റർ മാറാനും അതിന് 2 ടേണിംഗ് റേഡിയസ് ആവുന്നതിലും ഒരു ലെവലിലോട്ട് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസത്തിൽ ഇങ്ങനെ ഒരു മെക്കാനിസം കൊടുത്തത്. ഇറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ദി ജർമ്മൻ കാരേജ് ബിൽഡർ ലാംഗൻസ്ബെർജർ in 1817 and patented by his agent England Rudolf Ackermann in 1818, against whose the name is system become popular. അങ്ങനെ അപ്പോൾ കണ്ടുപിടിച്ചത് ജർമ്മൻ കാരേജ് ബിൽഡറാണ്, ലാംഗൻസ്ബെർജർ എന്ന് പറഞ്ഞ ആളാണ് 1817. പക്ഷെ അത് അയാൾ പാറ്റൻ്റ് എടുത്തത് ആരാണ്, ഇംഗ്ലണ്ടിലെ റുഡോൾഫ് ആക്കർമാൻ എന്നുള്ള ആളാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആളെ പേരിലാണ് ഇത് പോപ്പുലർ ആയത്, അറിയപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് നോക്കാം. ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസത്തിൽ ഒരു 4 ബാർ ലിങ്കേജ് മെക്കാനിസം ആണല്ലോ, 4 ലിങ്ക് മെക്കാനിസം. ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം കൺസിസ്റ്റ് ഓഫ് 4 ലിങ്ക് മെക്കാനിസം ആസ് ABCD ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്കർമാൻ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു AB എന്ന് പറഞ്ഞാൽ ആ ഫിഗർത്ത് അതേപോലെ തന്നെ വരയ്ക്കും കേട്ടോ. AB എന്ന് പറയുന്ന ഒരു ലിങ്ക്, അതേപോലെ തന്നെ CD എന്ന് പറഞ്ഞ ലിങ്ക്. ഈ CD എന്ന് പറയുന്ന ലിങ്ക് AB എന്ന് പറയുന്ന ABനേക്കാളും ഒന്ന് ഷോർട്ടർ ആയിരിക്കും, ചെറുതായിരിക്കും, ലെങ്ത്ത് വ്യത്യാസം ഉണ്ടായിരിക്കും, ചെറുതായിരിക്കും. ആൻഡ് ആൾസോ ഈ ACയും BDയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും എന്തായിരിക്കും, AC എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും നിങ്ങളെ മൈൻഡിൽ വെക്കുക. അവിടുന്ന് എങ്ങോട്ട് പറഞ്ഞാൽ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഒരു 4 ബാർ ചെയിൻ മെക്കാനിസം. ഇവിടെ നിന്നും സ്റ്റെപ്പ് ബാക്സിലോട്ട് ഒരു കണക്ഷൻ പോയിട്ടുണ്ടാവും, ഇവിടെ നിന്നും സ്റ്റെപ്പ് ബാക്സിലോട്ട് ഒരു കണക്ഷൻ പോയിട്ടുണ്ടായിരിക്കും. സ്റ്റെപ്പ് ബാക്സിൽ അറിയാലോ, നമ്മുടെ വീലിൻ്റെ ഭാഗത്തോട്ട് ഒരു കണക്ഷൻ പോയിട്ടുണ്ടാവും. ദ ഷോർട്ടർ ലിങ്ക്സ് BC ആൻഡ് AD. ഷോർട്ടർ ലിങ്ക്സ് BC ഇവിടെ അല്ല, ഇതിൽ C കൊടുത്തിട്ടുള്ളത്, സോറി, ഞാൻ അതേപോലെ തന്നെ എടുക്കാം. The shorter length BC and AD are equal length and connected with the step axle BF and AE. അതായത് സ്റ്റെപ്പ് ആക്സിലിൻ്റെ ഇവിടേക്കുള്ളടത്ത് F കൊടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് Eയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ആക്സിൽ BF and AE റെസ്പെക്റ്റീവ്ലി. ദ ലോങ്ങർ ലിങ്ക്സ് AB and CD ആർ ഓഫ് അൺഈക്വൽ ലെങ്ത്. ABയും CDയും എന്താണ്, അൺഈക്വൽ ലെങ്ത് ആണ്. അപ്പോൾ ഇതിൽ 4 ലിങ്കാണ്, 4 ലിങ്ക്സ് ആണ് ഉള്ളത്. അല്ലെങ്കിൽ 4 ലിങ്കുകളുണ്ട്. ഒന്നാമത്തെ ലിങ്ക് ഇതാ ഇവിടെ കാണിക്കാം, രണ്ടാമത്തെ ലിങ്ക് ഇതാണ്, മൂന്നാമത്തെ ലിങ്ക് ഇതാണ്, നാലാമത്തെ ലിങ്ക് ഇതാണ്. അതിൽ ABയും CDയും എന്താണ്, ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് അല്ല എന്നും, അതേപോലെ തന്നെ BCയും ADയും ഈക്വൽ ആയിട്ടുള്ള ലെങ്ത്തും ആണ് എന്നുള്ള കാര്യം കൂടിയാണ് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അതാണ് ഒരു 4 ബാർ മെക്കാനിസത്തിന് ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ദ ലെങ്ത് ഓഫ് ദി ലിങ്ക് CD, ദ മൂവിങ് ലിങ്ക് ബിറ്റ്വീൻ ദി സ്റ്റെപ്പ് ആക്സിൽസ് ഈസ് ഷോർട്ടർ ദാൻ ദ ലിങ്ക് AB. ഇപ്പം നമ്മൾ പറഞ്ഞതന്നെ ABനേക്കാളും ചെറുതാണ് എന്നുള്ളതാണ് പറയുന്നത്. CD എന്ന് പറയുന്നത് ഈക്വൽ അല്ല എന്ന് പറഞ്ഞു, അത് ചെറുതാന്ന് കൂടി പറഞ്ഞു. വെൻ ദ വെഹിക്കിൾ മൂവ്സ് എഹെഡ് ഇൻ എ സ്ട്രെയിറ്റ് പൊസിഷൻ, വാഹനം നേരെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇത് ഒരു നേരെ പോകുന്നൊരു മെക്കാനിസം വാഹനം തന്നെയാണ് കാണിച്ചില്ല കേട്ടോ. പൊസിഷൻ ദ ലിങ്ക്സ് BC and AD are parallel and subtend equal angles, that is theta
ഈസിക്കൽ ടു ഫൈ വിത്ത് എ സെൻട്രൽ എൻഡ് ഓഫ് ദി വെഹിക്കിൾ. അതായത് വാഹനം നേരെ പോകുന്ന സമയത്ത് ഇൻസ്റ്റന്റിനിയസ് സെൻറ്ററിൽ നിന്ന് ആംഗിൾ എടുക്കുന്ന സമയത്ത് അല്ലേ, ഈ ടയറുകൾ നേരെ ആയിരിക്കുന്ന സമയത്ത് ഈ തീറ്റ എന്ന് പറയുന്നതും ഫൈ എന്ന് പറയുന്ന ആംഗിളും എന്തായിരിക്കും, ഇറ്റ് ഈസ് ഇൻ സ്ട്രെയിറ്റ് പൊസിഷൻ, അത് ഈക്വൽ ആയിരിക്കും, ഒരേ ലെവലിലായിരിക്കും. ഇൻസ്റ്റന്റിനിയസ് സർക്കിളിൽ നോക്കുന്ന സമയത്തുള്ള ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത്. ഇനി ഇത് വാഹനം ടേൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. വെൻ ദ വെഹിക്കിൾ ഈസ് ടേൺഡ് ടു ദി ലെഫ്റ്റ്, ദ സ്റ്റെപ്പ് ആക്സിൽസ് AE ആൻഡ് BF ടേൺ ത്രൂ ഡിഫറെൻറ്റ് ആംഗിൾസ് ഇൻ റെസ്പെക്ട് ടു ദെയർ പ്രീവിയസ് പൊസിഷൻസ്. നമ്മൾ വാഹനം ലെഫ്റ്റിലോട്ട് തിരിയുന്ന സമയത്ത് അതിലുള്ള സ്റ്റെപ്പ് ആക്സിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരത്തെ എന്തായിരുന്നു ഒരു സ്റ്റെപ്പ് ആക്സിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ BF ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ E ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, A ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതാണ് AE ആൻഡ് BF ത്രൂ ദി ഡിഫറെൻറ്റ് ആംഗിൾസ്. അവിടെ ഉണ്ടാകുന്ന ഈ സ്റ്റെപ്പ് ആക്സിൽ ഇത് രണ്ടും മൂവ് ചെയ്യുന്ന ആംഗിൾ, അതായത് ഇവിടുന്ന് ഈ ടയർ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു, ഇവിടെ ടയർ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും ഇൻ റെസ്പെക്ട് ടു ദെയർ പ്രീവിയസ്. നിലവിലുള്ള പ്രീവിയസ് ആയിട്ടുള്ള പൊസിഷനിൽ അത് ഈക്വലാന്ന് പറഞ്ഞു, അത് ഇതിലെ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ തിരിയുന്ന സമയത്ത് അത് ഈക്വലാവും. The step axle BF will turn through a greater angle theta and the step axle AE each will turn through a angle of phi as shown in figure. അപ്പോൾ ഇത് ടേൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ വ്യത്യാസമുണ്ട്. അതായത് ഇത് കുറച്ചുകൂടി ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഈ തീറ്റയ്ക്കായിരിക്കും കുറച്ചുകൂടി ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിൾ ഉണ്ടാകുക. In this position, the lanes from the front wheel axis intersect on the rear wheels axis in the accelerated instantaneous center I. This arrangement is known as Ackermann steering mechanism. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ തന്നെ, അതായത് ഫ്രണ്ടത്തെ വീലിൻ്റെ ഈ ഒരു ആംഗിളുകളും അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ടത്തെ വീല് ചെരിഞ്ഞു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആംഗിളുകളും റിയറത്തെ വീലുണ്ട്, ഇത് റിയർ ആക്സിൽ ഫ്രണ്ട് ആക്സിൽ, ഇത് തമ്മിലുള്ള എല്ലാ ആംഗിൾസും എല്ലാ ഒരൊറ്റ പോയിന്റിലായിരിക്കും വന്ന് ചേരുന്നുണ്ടാകുക. അതിനെ നമ്മൾ ഇൻസ്റ്റന്റീനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞു അല്ലേ. ആ ഇൻസ്റ്റന്റീനിയസ് സെൻറ്ററിലായിരിക്കും പോയിട്ടുണ്ടായിരിക്കുന്നതാണ്. ഇത് ആംഗിളിൽ ചെരിഞ്ഞ സമയത്ത് പോലും എന്തായിരിക്കും അവിടെ ഈ ഒരൊറ്റ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതാണ് ജസ്റ്റ് ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞത്. ഇന്ന് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് മെക്കാനിസത്തിൽ ഈ ടൈപ്പ് മെക്കാനിസം ഉപയോഗിക്കുന്നിടത്ത് ആക്കർമാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഡേവിസ് ഒബ്സലേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അടുത്ത കോമ്പോണൻസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ ബേസിക്കലി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് വേണ്ടിയ ക്വാളിറ്റീസ് എന്താ എന്നുള്ള കൂടിയും നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച്, ഓരോരോ കമ്പോണൻസിനെ കുറിച്ച് പറയുകയാണ്. ഫസ്റ്റ് വൺ സ്റ്റിയറിംഗ് വീല്. എന്താണ് ഒരു സ്റ്റിയറിംഗ് വീല്? എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സ്റ്റിയറിംഗ് വീൽ എന്താണെന്നുള്ളത്. ജസ്റ്റ് നമുക്ക് നോക്കാം, പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. The steering wheel is a circular wheel mounted at a steering shaft, act as a control of the steering vehicle. സ്റ്റിയറിംഗ് ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു വീലിനാണ് നമ്മൾ അവിടെയാണ് എന്ത് കൊടുക്കുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ വേണ്ട ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ വീലിലാണ്. അപ്പോൾ ഒരു വാഹനത്തെ സ്റ്റിയർ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഈ സ്റ്റിയറിംഗ് വീലായിരിക്കും. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റീൽ റോഡ് റിംഗ് വെൽഡഡ് ടുഗദർ ഓൺ എ ഹബ്ബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 or more spokes with a plastic or rubberized grip molded over around it. Sometimes instead of steel, magnesium alloy is also used to reduce weight and vibrations. ബേസിക്കലി എന്താണ്, ഒരു സ്റ്റീൽ റോഡ് റൗണ്ട് ആക്കിയിട്ട് വെൽഡ് ചെയ്തുകൊണ്ട് ഒരു ഹബ്ബിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ സ്റ്റീലിന് പകരം അല്ലെങ്കിൽ മാഗ്നീഷ്യം അലോയ്സും കാര്യങ്ങളും അല്ലെ അലോയ് സ്റ്റീൽസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വെയിറ്റ് കുറക്കാൻ, വൈബ്രേഷൻസ് കുറക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. കുറച്ചുകൂടി പ്രീമിയം വാഹനങ്ങളിലൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലെതറോ ഒക്കെ കോട്ടിങ്സ്, റബ്ബറൈസ്ഡ് കോട്ടിങ്സ് ഒക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. ദ സെൻട്രൽ ഹബ്ബ് ഹാസ് എ സ്പ്ലൈൻസ് ടു കട്ട് ടു സെക്യൂർ ദ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഫാമിലി. സെൻട്രൽ ഹബ്ബിൽ സ്പ്ലൈൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കുറച്ച് സ്പ്ലൈൻസ് ഉണ്ടായിരിക്കും. ഈ സ്പ്ലൈൻസ് ആയിരിക്കും ആ ഷാഫ്റ്റിലുള്ള സ്പ്ലൈൻസിലോട്ട് ജോയിൻ്റ് ആവുന്നത്. ജസ്റ്റ് ഒരു നോട്ടായിട്ട് കുറച്ചൊരു ചെറിയൊരു കാര്യം കൂടി എക്സ്ട്രാ കൂട്ടി ചേർത്തിട്ടുണ്ട്. എ ഹോൺ ബട്ടൺ ഈസ് അസംബിൾ ടു ദി സ്റ്റിയറിംഗ് വീൽ. അഡീഷണലി SRS വെഹിക്കിൾ വിൽ ബി ഫിറ്റഡ് വിത്ത് ഡ്രൈവേഴ്സ് എയർ ബാഗ് അല്ലേ. അതായത് സപ്ലിമെൻ്ററി റെസ്ട്രെയിൻ സിസ്റ്റം ഉള്ള എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ അത് സ്റ്റിയറിങ്ങിൻ്റെ വീലിൽ അല്ലേ ആ സെൻട്രൽ കൺസോളിലായിരിക്കും, സെൻട്രലിലെ ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഹോൺ അതിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ അതല്ലാതെയും കുറേ കാര്യങ്ങളുണ്ട്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡ്രൈവേഴ്സ് കംഫർട്ട്, ഡിഫറെൻറ്റ് സ്വിച്ചസ് ലൈക്ക് ഓഡിയോ കൺട്രോൾസ്, ടെലഫോൺ, വോയിസ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ ആർ പ്രൊവൈഡഡ് ടു ദി സ്റ്റിയറിംഗ് വീൽ. അതായത് വാഹനത്തിൻ്റെ കൺട്രോളിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ വീലിലോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. ബ്ലൂടൂത്ത് കണക്ഷൻസ്, കാര്യങ്ങൾ, മ്യൂസിക് ചേഞ്ചിങ്, ഇൻഫോർടൈൻമെൻറ്റ്സിൻ്റെ കൺട്രോൾസ് ഒക്കെ സ്റ്റിയറിംഗ് വീലിൽ നമുക്കിന്ന് കാണാൻ കഴിയും, പുതിയ വാഹനങ്ങളിലൊക്കെ കാണാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് കോളം ആൻഡ് സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ആണ്. സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ നിന്നും നമ്മളുടെ റോട്ടറി മോഷൻ എടുത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലോട്ട് എത്തിക്കുന്ന ഷാഫ്റ്റ് അല്ലേ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഷാഫ്റ്റ്.
നമ്മൾ നേരത്തെ ട്രാൻസ്മിഷൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തോട്ട് നമ്മളുടെ ട്രാൻസ്മിറ്റ് ചെയ്യണം, പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ഷാഫ്റ്റ് ചെയ്യുന്നത്. A steering column and steering shaft together transfers the motion of the steering wheel to the steering gearbox. സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലോട്ട് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ സ്റ്റിയറിംഗ് കോളം ഈസ് എ ഹോളോ സ്റ്റീൽ പൈപ്പ് വിച്ച് സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഈസ് ഹൗസ്ഡ്. സ്റ്റിയറിംഗ് ഷാഫ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളോ സ്റ്റീൽ പൈപ്പാണ് സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത്. The steering column is fixed to the body at 2 points under the instrument panel, the upper and lower brackets. Steering column നോർമലി ഇൻസ്ട്രുമെൻ്റ് പാനലിന് താഴത്തായിട്ട് ബോഡിയിലോട്ട് അപ്പറിലൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടും ലോവറിലൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടായിരിക്കും സ്റ്റിയറിംഗ് കോളം നോർമലി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ കോളത്തിൻ്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ ഷാഫ്റ്റ് ഉണ്ടായിരിക്കുക അല്ലേ. ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും വേണം. The steering shaft compromise of the upper shaft and lower shaft. The upper and lower shaft has a bar and pipe construction. The upper shaft is fixed in the steering wheel with the help of splines and kept it tight by nut. ആദ്യ കാലങ്ങളിൽ നിങ്ങളിപ്പോൾ ഒരു ജീപ്പിൻ്റെ ഒക്കെ സ്റ്റിയറിങ്ങിൻ്റെ പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ജീപ്പിൻ്റെ ഒക്കെ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഒറ്റ ഷാഫ്റ്റായിട്ട് ഒന്നിച്ച് പോയിട്ടുണ്ടാവും അല്ലേ. ചെറിയ കോളായിരിക്കും, വലിയ കോളൊന്നും ഉണ്ടായിരിക്കില്ല, ഒറ്റ ഷാഫ്റ്റായിട്ട് ഒന്നിച്ച് പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് അപ്പർ ഷാഫ്റ്റ് ലോവർ ഷാഫ്റ്റ് എന്നുള്ള രീതിയിൽ 2 ഷാഫ്റ്റാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ യൂണിവേഴ്സൽ ജോയിൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ടിൽറ്റബിളിനും അഡ്ജസ്റ്റബിളിനൊക്കെ വേണ്ടിയിട്ട് അല്ലേ. ജസ്റ്റ് അതൊക്കെ നമുക്ക് പറയാം അതിൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ നോർമലി ഒരു സ്റ്റിയറിംഗ് ഷാഫ്റ്റിനെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പർ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ സ്പ്ലൈൻസിലൂടെ സ്റ്റിയറിംഗ് വീല് കണക്ട് ചെയ്തിട്ട് ഒരു നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. When the steering wheel is rotated, the spline-fitted steering shaft rotates. The lower shaft transmits the rotation to steering gearbox. When the steering shaft and steering box are not in one line, then usually they are connected with a steering gearbox by means of a universal joint. ഇത് നോർമലി ഒരു സ്റ്റിയറിംഗ് ഇവിടെ ഉണ്ട് അല്ലേ, സ്റ്റിയറിംഗ് വീൽ ഇവിടെ ഉണ്ട്. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഷാഫ്റ്റ് വഴി മതി. പക്ഷേ അതങ്ങനെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലൈനിലല്ല ഈ സംഭവം കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ് കൊടുത്തിട്ട്, ഇതേപോലെ ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ് കൊടുത്തിട്ട്, ഇത്രയും മെക്കാനിസം നോക്കണ്ട, യൂണിവേഴ്സൽ ജോയിൻറ്റ് കൊടുത്തിട്ട് അവിടെ നമ്മളത് ഒരു എക്സ്ട്രാ നമുക്ക് ആ വേണ്ട ആംഗിൾ എന്തായിരിക്കും ആ ആംഗിൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. A needle bearing is provided within universal joint to transfer the steering wheel rotation smoothly. സ്റ്റിയറിംഗ് വീലിൻ്റെ റൊട്ടേഷന് വളരെ സ്മൂത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നീഡിൽ ബിയറിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. The rubber bushing are also provided with the joint to prevent road shocks and vibrations from being transmitted back to the steering column. The present day vehicles are provided with a collapsible steering wheel, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എനർജി അബ്സോർബിങ് സ്റ്റിയറിംഗ് കോളം അല്ലേ. അപ്പോൾ എന്താണ് ഇപ്പോൾ നോർമലി ഇത് ഒരു റബ്ബർ ബുഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളെ റോഡിലുണ്ടാകുന്ന ഷോക്കുകളൊക്കെ വാഹനത്തിൽ ചേസ് വഴി അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ നെക്കിൾ വഴിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഡ്രൈവർ ഓടിക്കുന്ന സമയത്ത് വീലിലോട്ട് കൂടുതലായിട്ട് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് റബ്ബർ ബുഷിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് പുതിയ വാഹനങ്ങളിലൊക്കെ എനർജി അബ്സോർബിങ് സ്റ്റിയറിംഗ് കോളം എന്നുള്ള രീതിയിൽ തന്നെ, അതായത് കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ സ്റ്റിയറിംഗ് കോളങ്ങളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും എനർജി അബ്സോർബിങ് സ്റ്റിയറിംഗ് കോളം അല്ലെങ്കിൽ കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത്? നമ്മൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പല ആളുകൾക്കും അപകടം ഹാർഡ് ആവൽ അല്ലെങ്കിൽ കുറച്ച് നമ്മളെ കൈവിട്ട് പോകുന്ന രീതിയിൽ അപകടം ഉണ്ടാകുന്ന എപ്പോഴും വെച്ചാൽ നമ്മൾ വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻ കേസ് സീറ്റ് ബെൽറ്റ് ഇട്ടാലും അതിനെ ഓവർകം ചെയ്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ലോക്കാവും, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മൾ വാഹനം ഇടിക്കുന്ന ഇമ്പാക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ വീലിലോട്ട് പോയിട്ട് ഇടിക്കും. അപ്പോൾ അവിടെ നിന്നും ഫ്രണ്ടിലും ഇമ്പാക്റ്റ് നിന്നിട്ടുണ്ടെങ്കിൽ ഈ കോളം ഈ ഷാഫ്റ്റൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ നിന്ന് ഇടിച്ചിട്ട് മുകളിലോട്ട് കയറി വരും. പിന്നെ മുകളിലോട്ട് കയറി വന്നിട്ട് നമ്മൾ ചെസ്റ്റിലോ ഹെഡിലോ അല്ലെങ്കിൽ ഫേസിലോ പോയിട്ട് ഇടിച്ചിട്ടായിരിക്കും നമുക്ക് ആക്സിഡൻറ്റ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. സോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളാണ് അല്ലേ. അതായത് ഒരു 2 ടൈപ്പ് ഉണ്ട് അവിടെ കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം ആയിരിക്കും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്, എന്താണ്, നമുക്ക് ആ ഒരു എനർജി അവിടുന്ന് വരുന്ന താഴോട്ട് വരുന്ന ഈ ഫോഴ്സ് അല്ലെങ്കിൽ എനർജി അവിടെ തന്നെ അബ്സോർബായിട്ട് അത് കണക്റ്റായിട്ട് അവിടെ തന്നെ ഇല്ലാതാവും. ഡ്രൈവറിലേക്കുള്ള പ്രയാസങ്ങൾ, ഡ്രൈവറിന് വരുന്ന ആക്സിഡൻസിൻ്റെ ഇമ്പാക്റ്റ് എന്ത് ചെയ്യും, കുറക്കാൻ സാധിക്കും. The basic operating principle of the collapsible design is that when the impact applied on a steering wheel in a collision, the steering column moves forward away from the driver. The impact energy is absorbed in the process.
അപ്പോൾ ഒരു കോളം ഇതിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് ഉണ്ട് കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു 2 ഡയമീറ്ററുള്ള കോളത്തിൻ്റെ ഉള്ളിലോട്ട് ഇത് ചുരുങ്ങി പോകുന്ന രീതിയിൽ ഒന്ന് മെഷായിട്ട് നെറ്റായിട്ട് കൊടുത്തിട്ട് അത് കൊളാപ്സ് ആവുന്നതും, ഒന്ന് അതിലുള്ള റോളർ ജോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന രീതിയിലും ചെയ്യാറുണ്ട്. In this type of steering column, the upper and lower shaft are attached with a strong safety resin made shear pins as shown in figure, which is designed to break when the specific level of the pressure is applied. അതിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ, ഒരു നിശ്ചിത പ്രഷർ വരുന്ന സമയത്ത് ഇത് കൊളാപ്സിബിൾ ആകുന്ന രീതിയിൽ, അല്ലാതെ പെട്ടെന്ന് എല്ലാ സമയങ്ങളിലും ഇത് കൊളാപ്സിബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മെയിൻ്റെനൻസും കോസ്റ്റും കാര്യങ്ങളും കൂടുതലാണ് അല്ലേ. നമുക്കറിയാലോ ഒരു ഇമ്പാക്റ്റ് വരുന്നതിൻ്റെ ഒരു നിശ്ചിത ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഫ്രണ്ടിലെ ബമ്പറും ഈ ഹുഡും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇമ്പാക്റ്റ് എത്തുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരിക. In the event of the frontal impact, the shear pins connected to the upper and lower shaft allows the upper shaft to move further into the lower shaft in a telescopic way as shown in figure. In this manner, the energy received through a frontal impact is completely absorbed by steering column's collapsible part. അപ്പോൾ ഈ ഇന്നർ പാർട്ടിലോട്ട് ലോവർ അപ്പറിൻ്റെ ഇന്നർ പാർട്ടിലോട്ട് കയറുന്ന രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് സ്റ്റിയറിംഗ് കോളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഓപ്ഷനിലെ വാഹനങ്ങളല്ല, അതിൻ്റെ തൊട്ട് മുകളിലോട്ട് വരുന്ന വാഹനങ്ങളിലൊക്കെ ഇന്ന് ടിൽറ്റബിൾ സ്റ്റിയറിങ്ങും ടെലസ്കോപ്പിക് സ്റ്റിയറിങ്ങും അവൈലബിൾ ആയിരിക്കും. ടിൽറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആംഗിളിലോട്ട് അല്ലേ, ഡ്രൈവറുടെ കംഫർട്ട് അനുസരിച്ച് ഇപ്പോൾ കുറച്ച് തടിയുള്ള ആളുകളോ അല്ലെങ്കിൽ കാല് കുറച്ച് വലിയ ആളുകളോ ഇരിക്കുന്ന സമയത്ത് കാലിൽ തട്ടാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊക്കിയിട്ടും താത്തിയിട്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിൽറ്റബിൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി പ്രീമിയം വാഹനങ്ങളാണെങ്കിൽ ടിൽറ്റബിളിൻ്റെ കൂടെ തന്നെ ഒരു ടെലസ്കോപ്പിക്കുണ്ടാവും അല്ലേ, കുറച്ച് മുകളിലോട്ടും താഴോട്ടും പൊക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ഉണ്ടായിരിക്കും. എല്ലാ വാഹനങ്ങൾക്കും ഇന്ന് ഹെവി വാഹനങ്ങളിലായിരുന്നു ആദ്യം അത് ആഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ ഇന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ കാറുകളിൽ വരെ ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആക്റ്റീവ് ആയിട്ടുണ്ട്, ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കമ്പനി തന്നെ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതൊരു കംഫർട്ടിൻ്റെ ഭാഗമാണ്, വാഹനം ഓടിക്കുന്ന ആളുകളുടെ കംഫർട്ട് അനുസരിച്ച് ടിൽറ്റബിൾ ചെയ്യാൻ പറ്റും. Some vehicles are provided with a tilt steering mechanism which allows the height of the steering wheel to be adjusted and thus allow the driver to orient easily and correct driving position as shown in figure. അല്ലേ, അപ്പോൾ എന്താണ് ഇവിടെ ഒരു ലിവർ മെക്കാനിസം ഉണ്ടായിരിക്കും. ഇതിന് നോർമലി എന്താണ് ഉണ്ടാകുന്നത്, ഒരു ലിവർ മെക്കാനിസം ആണ്. ഈ ലിവർ മെക്കാനിസം പൊക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് തന്നെയാണ് മെക്കാനിസം വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു കോളത്തിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിയറിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഒരിക്കലും ഫിക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായില്ല, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടുന്ന് എങ്ങോട്ടുള്ള ഭാഗമായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക, എങ്കിൽ ഇത് ടിൽറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. The steering column is fixed to the body at 2 points is discussed above. The upper point the steering column is fixed in the upper bracket and tilt lock bolt and it is fixed to the lower bracket using a pivot. ഇപ്പോൾ ടിൽറ്റബിൾ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആസ് എ ലിവർ ഈസ് പ്രൊവൈഡഡ് ടു ടിൽറ്റ് ലോക്ക് ബോൾട്ട് ഇറ്റ് സെൽഫ്. ഇറ്റ് ക്യാൻ ബി ടൈറ്റൻഡ് ഓർ ലൂസൻഡ്. ദ ബോൾട്ട് പാസസ് ത്രൂ ദി സ്ലോട്ട്സ് ഇൻ വിച്ച് ദ ബ്രാക്കറ്റ് വെൻ ലൂസൻഡ് ദ സ്റ്റിയറിംഗ് കോളം ക്യാൻ മൂവ് അലോങ് ദി സ്ലോട്ട്. നോർമലി എല്ലാവർക്കും അറിയുന്നതാണ്, ജസ്റ്റ് ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റും ഒരു സ്ലോട്ടും കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് ടിൽറ്റ് ചെയ്യുന്നു വാഹനത്തെ സ്റ്റിയറിങ്ങിനെ നമുക്ക് വേണ്ട പൊസിഷനിലോട്ട് മാറ്റി വെക്കുന്നു. അതാണ് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് പറയാനൊന്നുമില്ല, ജസ്റ്റ് ആ കൺസെപ്റ്റ് ഇന്ന് വരുന്ന സ്റ്റിയറിംഗ് കോളം. ആദ്യകാലങ്ങളിൽ നമ്മൾ ജസ്റ്റ് ബേസിക്കലി ഒരു സ്റ്റിയറിംഗ് കോളം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്, സ്റ്റിയറിംഗ് ഷാഫ്റ്റിനെ ആവരണം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഷാഫ്റ്റിനെ പിടിച്ച് വെക്കുന്ന ഒരു പൊസിഷനാണ് സ്റ്റിയറിംഗ് കോളം എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വന്നപ്പോൾ ആ സ്റ്റിയറിംഗ് കോളത്തിനും കുറേയധികം ഫംഗ്ഷൻസ് ആയി. കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളം വന്നു, ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ഉണ്ട്, അതേമാതിരി ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിനനുസരിച്ച് അതിൽ മാക്സിമം ഡ്രൈവറുടെ എഫേർട്ട് എനർജി അബ്സോർബിങ് സ്റ്റിയറിംഗ് കോളം എന്ന് തന്നെ നമുക്ക് സിംഗിൾ വേർഡായിട്ട് പറയാം. നമുക്ക് ഡ്രൈവറുടെ കംഫേർട്ട് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിൻ്റെ കൂടെ തന്നെ ആയി. It can be secured by a desired position and lever is retightened with the tilt lock bolt. In addition to this, sometimes telescopic steering mechanism is also provided which allows a steering wheel to move forward and backwards. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ കുറച്ചുകൂടി ആകുമ്പോൾ ടെലസ്കോപ്പിക് കൂടി ഉണ്ട് അല്ലേ, സ്റ്റിയറിങ്ങിനെ കുറച്ച് മുന്നോട്ടും പിന്നോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിയറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത് കേട്ടോ. ഗിയർ ബോക്സ് അല്ല, കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കോളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകളാണ്. സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകൾ നമുക്ക് നെക്സ്റ്റത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എന്താണ് സ്റ്റിയറിംഗ് എന്തിനു വേണ്ടി, സ്റ്റിയറിംഗ് സിസ്റ്റം ഒരു വാഹനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, അതോടൊപ്പം തന്നെ ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, 2 പ്രിൻസിപ്പിളെ കുറിച്ച് പറഞ്ഞു, 2 മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞു. ഡേവിസ് സ്റ്റിയറിംഗ് മെക്കാനിസവും ആക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസവും പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു ലേഔട്ട് പറഞ്ഞിരുന്നു. ആ ലേഔട്ടിലെ ഓരോ ഭാഗങ്ങളായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് വരികയാണ്. ഫസ്റ്റ് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പരിചയപ്പെട്ടു, സ്റ്റിയറിംഗ് കോളം അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കോളം പ്ലസ് സ്റ്റിയറിംഗ് ഷാഫ്റ്റിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകളെ കുറിച്ചാണ്. സോ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.